ദുബായ് ഡൗൺ ടൗണിൽ ഒരു വൺ നൈറ്റ് സ്റ്റേ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ബുർജ് ഖലീഫ വ്യൂ തന്നെ വേണമെന്നുണ്ടായിരുന്നു. എക്സ്ട്രാ ചാർജ് കൊടുക്കേണ്ട വന്നെങ്കിലും അത് തന്നെ ചൂസ് ചെയ്തു. ഇതൊരു ബക്കറ്റ് ലിസ്റ്റ് ആയിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. റോ ഹോട്ടലാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 4-4:30ക്കാണ് നമ്മൾ ചെക്ക് ഇൻ ചെയ്തത് കേട്ടോ. ഞങ്ങളെപ്പോലുള്ള ഒരു കുഞ്ഞു ഫാമിലിക്കോ അല്ലെങ്കിൽ ഒരു കപ്പിളിനൊക്കെ നല്ല രീതിയിൽ സ്റ്റേ ചെയ്യാൻ പറ്റിയ നല്ല സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു റൂം. ബാൽക്കണി ഇല്ല, പക്ഷെ നല്ല ഫുൾ വിൻഡോ ആണ്. നല്ല ക്ലിയർ ആയിട്ട് എല്ലാം കാണാം. ജോലി തിരക്കുകളും സ്ട്രെസ്സും എല്ലാം മാറ്റി വെച്ച് ഒന്ന് റിലാക്സ് ചെയ്യണം എന്നുള്ളത് കുറേ നാളായിട്ട് വിചാരിക്കുന്ന ഒരു കാര്യമാണ്. ആഗ്രഹമൊക്കെ മുന്നേ ഉണ്ടായിരുന്നെങ്കിലും കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആസ് യൂഷ്വൽ ഞങ്ങളെല്ലാം പെട്ടെന്നായിരുന്നു ബുക്ക് ചെയ്തതും പെട്ടെന്നാണ് പോകുന്നതൊക്കെ. കുറച്ച് നേരം വിൻഡോ ഒക്കെ നോക്കി നിന്ന് ഒരു കോഫി കുടിച്ചു. രാത്രി ആയപ്പോൾ ഉണ്ടല്ലോ, ഇതായിരുന്നു വ്യൂ എന്ന് പറയുന്നത്. ഈ വീഡിയോയിൽ ശരിക്കും അതിൻ്റെ ഫീല് കിട്ടുന്നില്ല. ശരിക്കും നേരിട്ട് കാണാനായിട്ട് ഇതിലും ഇരട്ടി സൗന്ദര്യം ഉണ്ടായിരുന്നു കേട്ടോ ദുബായ് ഡൗൺ ടൗണിന്. വാറൊക്കെ ആയിരുന്ന കാരണമാണോ എന്നറിയില്ല, കുറച്ച് അഫോർഡബിൾ ആയിട്ട് നമുക്ക് റൂം കിട്ടിയായിരുന്നു കേട്ടോ. വീക്കെൻഡ് ആയ കാരണം സ്പെഷ്യൽ ഓഫറും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ എടുത്ത പാക്കേജിൽ ഫുഡ് ഇൻക്ലൂഡഡ് ആയിരുന്നില്ല, ഈവൻ ബ്രേക്ക്ഫാസ്റ്റ് അടക്കം എക്സ്ക്ലൂഡഡ് ആയിരുന്നു. കുറച്ച് നേരം റൂമിലിരുന്ന് ഒന്ന് സെറ്റായതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങി കറങ്ങാനുള്ള പ്ലാനായിരുന്നു. നമ്മൾ ഓരോ ബിൽഡിങ്ങും ഒക്കെ നോക്കി നിന്ന് അത്രയും ആസ്വദിച്ചാണ് ആ വഴികളിലൂടെയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ റോഡിൽ കൂടെ നടക്കുമ്പോൾ ഏതെങ്കിലും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവൻ മാത്രമല്ല ഞങ്ങളും. അവൻ്റെ എക്സൈറ്റ്മെൻറ്റ് റീസൺ എന്ന് പറയുന്നത് അതുപോലെ ആഡംബര കാറുകളാണ് പോകുന്നുണ്ടായിരുന്നത്. നമ്മളിങ്ങനെ ഓരോ കാറും ഓരോ ബിൽഡിങ്സും ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ദുബായ് മാളിലെത്തി. ഞങ്ങൾ VIP എൻട്രൻസിൽ കൂടെയാണോ കയറിയെന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. കാരണം ഞങ്ങൾ കയറിയ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഫുൾ എമിറാത്തീസ് ആയിരുന്നു. ഏതം പിന്നെ അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ട് കണ്ടപ്പോൾ അവിടെ നിന്നിട്ടുണ്ട്. ഇവിടെ എത്ര നേരം വേണമെങ്കിലും അവൻ അടങ്ങി ഒതുങ്ങി നിന്നോളും, ഓരോന്നും ആസ്വദിച്ചിട്ട്. പിന്നെ എപ്പോൾ വന്നാലും നമ്മൾ മസ്റ്റ് വിസിറ്റ് ആയിട്ട് നമ്മൾ എത്താറുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ അക്വേറിയത്തിൻ്റെ ഭാഗമാണ്. ഈ പറഞ്ഞ പോലെ ഏതിന് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. ഷാർക്കിനൊക്കെ കാണുമ്പോൾ ഭയങ്കര ആവേശമാണ് അവന്. അക്വേറിയത്തിലെ മീനുകളൊക്കെ കണ്ട് നിൽക്കുമ്പോഴാണ് ഇങ്ങനൊരു കാഴ്ച കണ്ടത് കേട്ടോ. ഏതെങ്കൂട്ടം ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി. കാരണം അവൻ മീനുകളെ മാത്രമാണ് വെള്ളത്തിൽ കണ്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഇതിങ്ങനെ ഹാർട്ട് ഷേപ്പൊക്കെ വരയ്ക്കുന്ന കണ്ടപ്പോൾ അവനിങ്ങനെ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ദുബായ് ഫൗണ്ടെയിൻ്റെ അടുത്തേക്കാണ്. നമ്മൾ ദുബായ് മാളിൽ എപ്പോൾ വന്നാലും അതാണല്ലോ നമ്മുടെ മെയിൻ സ്പോട്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം നിന്നായിരുന്നു. എത്ര തവണ വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാതെ ഒരു തിരിച്ചു പോക്കില്ല. അപ്പോൾ അതായിരുന്നു മെയിൻ പരിപാടി. ഓരോ അരമണിക്കൂറിലുള്ള ഫൗണ്ടെയിൻ ഷോയ്ക്കുള്ള വെയിറ്റിംഗ് ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഷോ സ്റ്റാർട്ട് ചെയ്തു. ഏതെങ്കിലും ഭയങ്കര സന്തോഷമായി. കാരണം അവന് അടുത്ത് നിന്ന് കാണാൻ പറ്റി. അവൻ്റെ മേലേക്കൊക്കെ വെള്ളം തെറിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ബാക്കി റോ ഹോട്ടലിലെ വിശേഷങ്ങളായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.